ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളായ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ PDF, CDF ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? PDF എന്താണെന്നും CDF എന്താണെന്നും പിന്നെ മീനും വേരിയൻസും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. പിന്നെ അതിനെ റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസും ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കിന്ന് നോക്കാം. ഓക്കെ, എല്ലാം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നോക്കി, ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ആസ് ദ PDF f of x equal to kx square e raised to minus x for x greater than or equal to 0. അപ്പോൾ നമുക്ക് PDF തന്നിട്ടുണ്ട് kx square e raised to minus x for x greater than or equal to 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് കെയുടെ വാല്യൂം കണ്ടുപിടിക്കണം, പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം എന്താണ് തന്നിരിക്കുന്നത്, ഒരു PDF ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തന്നേക്കുന്ന ഒരു PDF ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? f of x equal to kx square e raised to minus x for x greater than or equal to 0. ഇനി നമുക്കറിയാം ഒരു PDF ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 2 കണ്ടീഷൻസ് ഉണ്ട്. f of x ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം, പിന്നെ ഇൻ്റഗ്രൽ കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ -∞ to ∞ fx dx എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ സമ്മേഷൻ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ ഇതുപോലെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സെക്കൻഡ് കണ്ടീഷനായിരുന്നു അപ്ലൈ ചെയ്യുന്നത്, അവിടെ സമ്മേഷനായിരുന്നു. ഇവിടെ കണ്ടിന്യൂസിൻ്റെ കേസിലും സെയിം കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്, ബട്ട് സമ്മേഷന് പകരം ഇൻ്റഗ്രേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ fx dx equal to 1 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0യേക്കാൾ കൂടിയ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ്റെ റേഞ്ച് ഇൻ്റഗ്രൽ 0 to ∞. പിന്നെ f of xൻ്റെ വാല്യൂ എന്താണ്? kx square e raised to minus x dx equal to 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കിയായിട്ട് ഇനി നമ്മൾ ജസ്റ്റ് നേരെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷനിലേക്ക് പോവുക. ഓക്കെ, k എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ k എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് നമ്മൾ പുറത്തെടുത്തു. പിന്നെ എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ, പ്രോഡക്റ്റ് ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് അറിയത്തില്ലേ? ആ റൂൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ ഏതാ? ഫസ്റ്റ് വൺ എക്സ് സ്ക്വയർ ആണ്, സെക്കൻഡ് വൺ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 വരും. അതിനെ നമുക്ക് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. മൈനസ് പിന്നെന്താ വരുന്നത്? പിന്നെ ഈ കിടക്കുന്ന ടേമിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. അതെന്താ വരുന്നത്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് 2x. ഓക്കെ, ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, സെക്കൻഡ് വണ്ണിൻ്റെ ഇൻ്റഗ്രൽ എഴുതുക, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ എന്തുവരും? മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 വരും. മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 വരും. അപ്പോൾ ഈ മൈനസും കൂടെ ക്യാൻസലായി പോകുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് വരും. പ്ലസ് പിന്നെ എന്ത് വരും? ഇനി ഈ 2xൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എഴുതുക. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാലോ, ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 ആണ്. അതിനെ നമുക്ക് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം, വിത്തിൻ ദ ലിമിറ്റ് 0 to ∞. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ഈ അത് ചെയ്തില്ലേ, അതായത് അത് നമുക്ക് ജനറലായിട്ടൊരു ഇക്വേഷൻ അറിയാമല്ലോ. ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നത് എന്താണ്? യു ഡാഷ് v1 മൈനസ് u2 ഡാഷ് v2 പ്ലസ് u3 ഡാഷ് v3 മൈനസ് അങ്ങനെയാണ് ഈ സംഭവം പോകുന്നത്. ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്, അതായത് യു ഡാഷ് എന്ന് പറയുന്നത് യുവിൻ്റെ ഡെറിവേറ്റീവ്, v1 എന്ന് പറയുന്നത് വിയുടെ ഇൻ്റഗ്രൽ, പിന്നെ u2 ഡാഷ് എന്ന് പറയുന്നത് യു ഡാഷിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്,
v2 എന്ന് പറയുന്നത് അതിൻ്റെ ഈ v1ൻ്റെ ഇൻ്റഗ്രൽ. അങ്ങനെയാണ് ഇത് ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഇത് സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പം ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് ആണെന്ന് ഓർക്കുക. ഈക്വൽ അപ്പം നമുക്ക് എന്താ k ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി അല്ലേ, 0 to ഇൻഫിനിറ്റി ആയിരുന്നല്ലോ, ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. നമുക്കിനി അപ്പർ ലിമിറ്റ് കൊടുത്തു നോക്കാം. അപ്പർ ലിമിറ്റ് എന്താ, ഇൻഫിനിറ്റിയാണ്. നമ്മൾ നോക്കിയേ, ഇവിടെ എല്ലായിടത്തും എന്ത് വരുന്നുണ്ട്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, എല്ലായിടത്തും ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ഓൾമോസ്റ്റ് എല്ലാം 0 ആയിപ്പോവും അല്ലേ. ഇവിടെ 0 വരും, ഇത് 0 ആയിപ്പോവും, ഇതും 0 ആയിപ്പോവും, ഇതും 0 ആയിപ്പോവും. അപ്പോൾ അതിനെ നമ്മൾ ഒന്നിച്ച് 0 എന്നങ്ങ് കൊടുത്തു. ഓക്കെ, മൈനസ് ലോവർ ലിമിറ്റാണ്. ലോവർ ലിമിറ്റ് കൊടുക്കുന്നത് എന്താ, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. 0 കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പം ഈ ടേം 0 ആയിപ്പോവും, ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതും 0 ആയിപ്പോവും. പിന്നെ എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഇത് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. 2 ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മാത്രമേ വരുന്നുള്ളൂ. അതിന് നമ്മൾ 0 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 2 ഇൻറ്റു മൈനസ് ഇ റേസ് ടു 0 എന്ന് വരും, ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, ഇനി ഇത് സോൾവ് ചെയ്യുന്നു. k ഇൻറ്റു 0 മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു 0 എന്താണ്, 1 ആണ്. അപ്പം 2 ഇൻറ്റു മൈനസ് 1 അത് 1 ആവും. അപ്പോൾ 2k ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് k ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ പാർട്ട്, ഇൻ്റഗ്രേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് നമ്മൾ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ്റഗ്രേഷൻ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രൽസ് എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ അറിയാമല്ലോ, എന്തായിരുന്നു, kx² ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഒന്നുകൂടെ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ഒന്നുകൂടെ എഴുതി. കെ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 x² ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. അതിന് നമുക്ക് x² ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടി. ഇനി എന്തുകൂടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് മീൻ കണ്ടുപിടിക്കണമായിരുന്നു. മീനിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, മീൻ ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അവിടെ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ എന്തായിരുന്നു, സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് എക്സ് ആയിരുന്നു. ഇവിടെ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്, സമ്മേഷൻ ഇൻ്റഗ്രലായി. അപ്പോൾ നമ്മളത് അവിടെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എന്താണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പക്ഷേ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലിമിറ്റിലേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അറിയാലോ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു, ഈക്വൽ ടു. ഇനി എന്താണ്, ഇവിടെ 1/2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ 1/2നെ നമ്മൾ പുറത്തെടുത്തു. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, അത് x³ ആയി, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഓക്കെ, എന്ത് വരും, 1/2 ഇൻറ്റു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് x³ ആണ്. x³ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇനി ഈ x³ ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് വരും, 3x² ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ, അതാണ് ഇ റേസ് ടു മൈനസ് എക്സ്, പ്ലസ് ഇനി 3x² ഡെറിവേറ്റീവ് എന്താണ്, 6x ആണ്. ഓക്കെ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ, അത് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വരും, മൈനസ് ഇനി 6xൻ്റെ ഡെറിവേറ്റീവ് 6 വരും, ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ, അത് ഇ റേസ് ടു മൈനസ് എക്സ് വരും, വിത്തിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ആ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ഇതും സെയിം കൺസെപ്റ്റ് തന്നെ. എന്താണ് വരുന്നത്, 0 ടു ഇൻഫിനിറ്റി ആണ് നമ്മുടെ ലിമിറ്റ് കിടക്കുന്നത്. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, ലോവർ ലിമിറ്റ് 0യുമാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ,
ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇവിടെ ഉണ്ട്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ആ ടേം ഫുള്ള് അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് 0 ആയിപ്പോവും. ഓക്കെ, മൈനസ് ഇനി ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ എക്സ് ക്യൂബ് എക്സിന് 0 കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടേം 0 ആയിപ്പോവും, ഇതും 0 ആയിപ്പോവും, ഇതും 0 ആയിപ്പോവും. പിന്നെ എന്തേ വരുന്നുള്ളൂ? -6 ഇ റേസ് ടു -6 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇത്രേ വരത്തുള്ളൂ, -6 ഇ റേസ് ടു 0 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഇ റേസ് ടു 0 1 ആണ്, മൈനസ് മൈനസോടെ പ്ലസ് ആയി, അപ്പോൾ 6/2 എന്ന് കിട്ടും, ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? 3 ആണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ്റഗ്രേഷൻ്റെ പാർട്ടാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ തന്നെ വേറൊരു പ്രോബ്ലം, സെയിം തന്നെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനും മീനും വേരിയൻസും കണ്ടുപിടിക്കാനാണ്. നോക്കിയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ ദ PDF ഗിവൺ ബിലോ ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ്. അപ്പോൾ നമുക്ക് PDF തന്നിട്ടുണ്ട്, f(x) = kx³ 0 <x < 1 ആൻഡ് 0 അതർവൈസ്. അപ്പം നമുക്ക് ഫംഗ്ഷൻ്റെ നമ്മുടെ PDFൻ്റെ വേരിയേഷൻ 0 to 1 പറഞ്ഞിട്ടുള്ളൂ. 0 to 1 kx³, അല്ലാത്ത കേസിലെല്ലാം 0 അപ്പോൾ നമ്മളെന്താ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ -∞ to ∞ fx dx = 1. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേരിയേഷൻ 0 to 1 ഉള്ളൂ ഫംഗ്ഷൻ്റെ വാല്യൂ, PDFന് വാല്യൂ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 kx³ dx = 1 എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് കെ കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ കെ പുറത്തെടുത്തു. അപ്പോൾ x³ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁴/4 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 വരും. അപ്പോൾ ഈക്വൽ ടു 1. ഇനി നമ്മളിത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അത് കൊടുക്കാൻ അറിയാമല്ലോ. അപ്പോൾ k × 1/4 = 1 എന്ന് കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ എന്തെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി, k = 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ കെയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ PDF ഒന്നുകൊണ്ട് എടുത്തെഴുതി. f(x) = kx³ എന്നായിരുന്നു, അപ്പോൾ kക്ക് 4 എന്ന് കിട്ടി. 4x³ 0 < x < 1 ആൻഡ് 0 അതർവൈസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട മീനും വേരിയൻസുമാണ്. അപ്പോൾ ആദ്യം മീൻ കണ്ടുപിടിക്കാം. മീൻ = μ = E(x) ഇക്വേഷൻ അറിയാം, ഇൻ്റഗ്രൽ -∞ to ∞ x × fx dx ആണ്. ഇനി നമ്മുടെ ഫംഗ്ഷൻ്റെ വേരിയേഷൻ 0 to 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x × f(x) എന്താണ്? 4x³ dx കൊടുത്തു. 4x⁴ dx വന്നു, 4 കോമൺ എടുത്തു. x⁴ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁵5/5 ആണ് അല്ലേ. x⁴n ഇൻ്റഗ്രൽ അറിയാമല്ലോ അല്ലേ. ഇൻ്റഗ്രൽ x⁴n എന്ന് പറയുന്നത് x⁴n+1/n+1 ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ n സ്ഥാനത്ത് 4 ആണ്, അപ്പം 4+1/4+1 വരും. അപ്പോൾ x⁵5/5 എന്ന് കിട്ടും വിത്തിൻ ദ ലിമിറ്റ് 0 to 5. അപ്പം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/5, ലോവർ ലിമിറ്റ് 0, അപ്പോൾ നമുക്ക് 4/5 എന്ന് കിട്ടും. മീൻ = 4/5 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, E(x² - E(x² ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? E(x²) കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ അറിയാലോ, ഇൻ്റഗ്രൽ -∞ to ∞ x² × fx dx ആണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ ഇവിടെ വേരിയേഷൻ 0 to 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x² × 4x³ dx എന്ന് വരും. f(x) 4x³ ആണ്. അപ്പോൾ നമുക്ക് 4x⁵5 dx എന്ന് കിട്ടും. 4 × x⁵5 ഇൻ്റഗ്രൽ x⁶6/6 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 കൊടുത്തു. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 4/6 എന്ന് കിട്ടും. ഇനി നമ്മൾ വേരിയൻസിൻ്റെ ഇക്വേഷനകത്ത് ഇത് അപ്ലൈ ചെയ്യുക. വേരിയൻസ് ഓഫ് x = E(x² - E(x² ആണ്. E(x² നമുക്ക് കിട്ടി 4/6 ആണ്. 4/6 മൈനസ് E(x². E(x) എന്ന് പറയുന്നത് 4/5 ആണ്. അപ്പോൾ 4/5² = 2/75. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും 2/75 = 0.0267 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലേ? സിമ്പിളാണ്. ജസ്റ്റ് ആ ഇൻ്റഗ്രേഷൻ ഒന്ന് ചെയ്യാൻ പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ആ പ്രോബ്ലം തീർന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഗിവൺ ദ PDF എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് അതിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ട് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ -∞ ടു ഇൻഫിനിറ്റി ആണ് എക്സ് എന്ന റാൻഡം വേരിയബിളിൻ്റെ വേരിയേഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് കെ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. എന്താണ്? ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഇനി എഫ് എക്സിൻ്റെ വാല്യൂ അറിയാമല്ലോ, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി കെ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഇനി കെ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് നമ്മൾ പുറത്തെടുത്തു. കെ ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഇനി നോക്കിയാൽ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഒരു ഈവൻ ഫംഗ്ഷനാണ് അല്ലേ? സ്ക്വയർ ടേം അവിടെ വന്നില്ലേ? അതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഡി എക്സ് എന്ന് പറയുന്നത് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഡി എക്സ് ആയിട്ട് എഴുതാം. അത് നമ്മൾ നേരത്തെ പണ്ട് ഇൻ്റഗ്രേഷനൊക്കെ പഠിക്കുമ്പം പഠിക്കുന്ന ഒരു റിസൾട്ടാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഡി എക്സ് എന്ന് പറയുന്നത് 2 ടൈംസ് 0 ടു ഇൻഫിനിറ്റി എഫ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുക 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇതിനെ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, അതാണ് അവിടെ അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തെഴുതാം? 2k ഇൻറ്റു ഇനി 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് അറിയാലോ? അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അറിയാലോ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. വിത്തിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ? ഇനി എന്താണ്? ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 2k ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ടാൻ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിച്ച് അവിടെ നോട്ട് ഡിഫൈൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ ഇൻഫിനിറ്റി എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് ആവുന്ന ഏത് എക്സ് ആണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതായത് ടാൻ π/2 ആണ് നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. 90 ഡിഗ്രിക്കാണ് ടാൻ നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? π/2 ആണ്. ഇനി ടാൻ ഇൻവേഴ്സ് 0 എന്താണ്? ടാൻ 0 അല്ലേ 0 ആവുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ π/2 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന π/2 അതായത് π/2ലാണ് ടാൻ നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇൻഫിനിറ്റി എന്ന് വരുന്ന ഒരു കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ π/2 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എന്താ? 2k ഇൻറ്റു π/2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. 2 ഇൻറ്റു ക്യാൻസൽ ആയി പോകുമ്പം k ഇൻറ്റു പൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. k ഈക്വൽ ടു 1/π എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളിവിടെ ആക്ച്വലി നമ്മളിവിടെ ഇങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ സത്യത്തിൽ കൊടുക്കാൻ പാടില്ല എന്നാണ്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0 അതായത് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആവുന്ന കേസിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയല്ല. ഈ ഇൻഫിനിറ്റിക്ക് പകരം അവിടെ വേറെ എന്തെങ്കിലും ഒരു വേരിയബിൾ ടി എന്നോ എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ടി മൈനസ് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. അതായത് പ്യുവർ മാത്തമാറ്റിക്സിൽ അങ്ങനെയാണ് ഈ ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റായിട്ട് ഇൻഫിനിറ്റി ലിമിറ്റായിട്ട് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. അവിടെ വേറൊരു വേരിയബിൾ കൊടുത്തിട്ട് ആ വേരിയബിളിനെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ അത്രയൊന്നും ബോധർ ചെയ്യണ്ട. ഇങ്ങനെ ഡയറക്റ്റ് ഇതിങ്ങനെ കൊടുത്താൽ മതി. ഞാൻ പിന്നെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ k ഈക്വൽ ടു 1/π എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ വാല്യൂ ഓഫ് k മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ kയുടെ വാല്യൂ ഓൾറെഡി കിട്ടി. ഇനി മീനും വേരിയൻസും ഒന്നും കണ്ടുപിടിക്കാൻ ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല. ഓക്കെ,
അങ്ങനെയാണ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, ലെറ്റ് ദ ഫേസ് എറർ ഇൻ എ ട്രാക്കിംഗ് ഡിവൈസ് ആസ് ദ PDF f of x equal to cos x for 0 less than x less than pi by 2 and 0 otherwise. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫേസ് എറർ ഈസ് ബിറ്റ്വീൻ 0 ആൻഡ് pi by 4 ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ pi by 3. അപ്പോൾ നമുക്ക് PDF തന്നിട്ടുണ്ട്. f of x equal to cos x for 0 less than x less than pi by 2. 0യ്ക്കും pi by 2നും ഇടയിൽ എഫ് എക്സിൻ്റെ വാല്യൂ cos x ആണ്, അല്ലാത്ത കേസിലെല്ലാം 0യും ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പ്രോബബിലിറ്റി ബിറ്റ്വീൻ 0 ആൻഡ് pi by 4 ആണ്. അപ്പോൾ എന്തെഴുതാം? P of 0 less than x less than pi by 4 equal to ഇൻ്റഗ്രൽ. അപ്പോൾ ആ ഏത് റേഞ്ചിലാണോ നമുക്ക് വേണ്ടത് അത്ര ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്താൽ മതി. ഇൻ്റഗ്രൽ 0 to pi by 4 fx dx. അതാണല്ലോ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 4 എന്താണ്? എഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? കോസ് എക്സ് അല്ലേ. pi by 4 എന്ന് പറയുന്ന pi by 2നേക്കാൾ ചെറിയ വാല്യൂ. അപ്പോൾ ഈ റേഞ്ചിൽ തന്നെ കിടക്കുന്ന സാധനമാണ് 0 to pi by 4. അപ്പോൾ ആ റേഞ്ചിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താ? കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാമല്ലോ, സൈൻ എക്സ് ആണ്. സൈൻ എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to pi by 4 അല്ലേ. സൈൻ എക്സ്, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to pi by 4. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സൈൻ pi by 4 മൈനസ് സൈൻ 0 വരും. സൈൻ pi by 4 അറിയാമല്ലോ, സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്, മൈനസ് സൈൻ 0 ആണ്, ഈക്വൽ ടു 1/√2 ഈക്വൽ ടു 0.707 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രാക്ഷനായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക എന്താണ് പ്രോബബിലിറ്റി കിട്ടുന്നതെന്നുള്ളത്. അതായത് ഡെസിമൽ ഇട്ട് എങ്ങനെ കിട്ടും എന്നുള്ളത്. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു പ്രോബബിലിറ്റി ഒരിക്കലും 1നേക്കാൾ കൂടാനും പാടില്ല, 0യേക്കാൾ കുറയാനും പാടില്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്തേക്കണം കേട്ടോ. ജസ്റ്റ് ഈ ഫ്രാക്ഷനായിട്ട് എഴുതി കഴിഞ്ഞാലും നിങ്ങളതൊന്ന് നോക്കിയേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നോക്കി. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് P of x ഗ്രേറ്റർ ദാൻ pi by 3. ഗ്രേറ്റർ ദാൻ pi by 3 ആകുന്ന കേസിൽ പ്രോബബിലിറ്റിയും കൂടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ P of x ഗ്രേറ്റർ ദാൻ pi by 3 കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് വരും? ഇൻ്റഗ്രൽ pi by 3 ഗ്രേറ്റർ ദാൻ pi by 3. അപ്പോൾ pi by 3 തൊട്ടുള്ള വാല്യൂസ് നമ്മൾ നോക്കിയാൽ മതി. pi by 3 ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എന്ന് വരും. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എവിടം വരെ ഉള്ളൂ? 0 to pi by 2 ഫംഗ്ഷൻ്റെ വാല്യൂ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ കേസിലും 0 ആണ്. അപ്പോൾ നമുക്ക് എവിടെ വരെ എടുത്താൽ മതി? pi by 3 തൊട്ട് pi by 2 വരെ എടുത്താൽ മതി. 0 to pi by 2 നമ്മുടെ ഫംഗ്ഷന് വാല്യൂ പറഞ്ഞിട്ടുള്ളൂ. PDF-ന് നമുക്ക് വേണ്ടത് pi by 3യേക്കാൾ കൂടിയതുമാണ്. അപ്പോൾ pi by 3 to pi by 2 എഫ് എക്സ് ഡി എക്സിന് കൊടുക്കുക. ഇനി എഫ് എക്സിൻ്റെ വാല്യൂ അറിയാമല്ലോ, കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്, വിത്തിൻ ദ ലിമിറ്റ് pi by 3 to pi by 2. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് pi by 2, ലോവർ ലിമിറ്റ് pi by 3. അപ്പോൾ സൈൻ pi by 2 മൈനസ് സൈൻ pi by 3 വരും. സൈൻ pi by 2 സൈൻ 90 എന്ന് പറയുന്ന 1 ആണ്. സൈൻ pi by 3 സൈൻ 60 എന്ന് പറയുന്ന √3/2 ആണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 മൈനസ് √3/2 ഈക്വൽ ടു ഞാൻ പറഞ്ഞ പോലെ ഡെസിമൽ പോയിൻ്റ് ഇട്ടുകൂടെ ഒന്ന് എഴുതിയേക്കുക. 0.1339 എന്ന് കിട്ടും. അതും ബിറ്റ്വീൻ 0 and 1 ആണല്ലോ. അതൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളോട് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് നമ്മുടെ നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ, മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ, പിന്നെ കെയുടെ വാല്യൂ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് PDF-ൽ ഒരു കോൺസ്റ്റൻ്റ് ടേം ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത്രയും പ്രോബ്ലംസ് ഒക്കെയാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഈ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന് എക്സാമ്പിളായിട്ട് 3 ഡിസ്ട്രിബ്യൂഷനുണ്ട്. എക്സ്പോണൻഷ്യൽ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്, പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ ബൈനോമിയലും പോസോൺ ഡിസ്ട്രിബ്യൂഷനെ പഠിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിന് എക്സാമ്പിളായിട്ട് എക്സ്പോണൻഷ്യലും നോർമൽ ഡിസ്ട്രിബ്യൂഷനും പിന്നെ വരുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതിൻ്റെ മീൻ, വേരിയൻസ്, പിന്നെ അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഇത്രയും പോർഷൻസിനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.